കൺഗ്രാറ്റുലേഷൻസ് ഋതികെ, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവാ. നീ ഗർഭിണിയാണെന്ന്. നീ ഗർഭിണിയല്ല ഋതിക. മോളെ, മോളെ, മോളെന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നേ? എന്തു പറ്റി? മോളെ? ആ, എനിക്ക് കാര്യം പിടികിട്ടി. നിനക്ക് എന്ത് പിടികിട്ടി? ഒരു ചമ്മല് പറ്റിയതല്ലേ ആ ഡോക്ടർ കാരണം. അതൊന്നും സാരമില്ലെന്നേ. അതൊന്നും സാരമില്ല മോളെ. ഇതെന്തിനാ രാധമ്മേ? വിശേഷമുണ്ടെന്നാണ് ഇപ്പൊ തീരുമാനിച്ചതാ ഇത് വാങ്ങണമെന്ന്. പക്ഷെ രാജു വിളിച്ച് സത്യം അറിയിച്ചതിന് ശേഷമാ ഞാനും വേണുവേട്ടനും കൂടെ പോയി ഇത് വാങ്ങിയത്. മോൾക്കൊരു തരി പൊന്നുപോലും തരാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. എന്താ രാധമ്മേ, പൊന്ന് തരുന്നതിലാണോ കാര്യം? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാടി വിഷമിക്കണേ? നമ്മുടെ മോള് തന്നെ നമുക്ക് പൊന്നല്ലേ. പൊന്നിനാരെങ്കിലും പൊന്നണിയിക്കോടി. മോള് കഴിഞ്ഞ കാര്യം ഓർത്ത് വിഷമിക്കുമൊന്നും വേണ്ട. തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതല്ലേ, അല്ലാതെ വിശേഷം ഉണ്ടായിട്ട് പോയതൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശേഷം ഉണ്ടായിട്ട് 7-ാം മാസമല്ലേ അവക്ക് ആ കുഞ്ഞിനെ നഷ്ടമായത്. അവളൊരമ്മയായി മാറിയവളാ. എന്തെല്ലാം സ്വപ്നങ്ങൾ അവള് കണ്ടിരുന്നു. എല്ലാം ആ ദുഷ്ട തകർത്തു കളഞ്ഞു. ഇത് അതുപോലൊന്നും അല്ലല്ലോ മോളെ. മോള് വിഷമിക്കാതിരിക്കെ. മോളെ, എല്ലാത്തിനും ഒരു സമയമില്ലേ? നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എല്ലാം നടത്തി തരും. അല്ല, അത് പോട്ടെ, ഈ ചടങ്ങ് പെട്ടെന്ന് എങ്ങനെയാ പിറന്നാളാഘോഷമായിട്ട് മാറിയത്? അത് രാജുവിന്റെ ഐഡിയയാ. സത്യത്തിൽ ഇന്ന് ആ പാൽക്കാരി അംബികയുടെ ബർത്ത്ഡേ തന്നെ ആയിരുന്നു. പക്ഷെ എല്ലാരും മറന്നുപോയി. പക്ഷേ രാജു ഓർത്തു വെച്ചു. വരുന്ന ഗസ്റ്റുകളുടെ മുൻപില് എന്നെ കളിയാക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്ന അംബികയ്ക്കിട്ട് രാജു കൊടുത്ത പണിയാ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഇത് 8ന്റെ പണിയൊന്നുമല്ല, 6-8-48ന്റെ പണിയാണ്. കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞു. മേഡം ഇവിടെ വന്നിട്ടുണ്ടെന്ന് വേണുവേട്ടനും പിള്ളേരും പറഞ്ഞു. അതറിഞ്ഞല്ലേ രാധമ്മേ? എനിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരില് വേണുവേട്ടനെ പ്രതാപേട്ടൻ വഴക്കു പറഞ്ഞു.